മെഡിറ്റേഷൻസിലിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര I was 7 years old at that time. ഓ മാൻ, ഇത് 7 വയസ്സുള്ള കാര്യമാണ്. Yes, 7 years old ഉള്ള ഞാനായിരുന്നു ഈ കോൺസെപ്റ്റിലോട്ട്. പക്ഷെ അവരൊരു ബാബാജിയെ പറ്റിയൊക്കെ പറയാം, അവിടെ ഒന്നും ഞാൻ കണക്ട് ആയില്ല. മനസ്സിലായി, പക്ഷെ സംതിങ് ഹിറ്റ് യു. യെസ്, ദ സോൾ ആൻഡ് ബോഡി ഹാസ് ഓൾവേസ് ഹിറ്റ് മീ. ആൻഡ് ഓൾവേസ് നമ്മുടെ മനസ്സിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടല്ലോ. അപ്പം ലൈക്ക് മരിക്കുമ്പോൾ എങ്ങോട്ടായി പോണേ? ഓക്കെ, ഐ ഓൾവേസ് നോട്ടിസ്ഡ് വൺ തിങ് ഇസ് വെൻ സംബഡി പാസസ് അവേ, ഞാൻ ഇപ്പോഴും അത് ചോദിക്കാറുണ്ട് ആൾക്കാർ അടുത്ത്, ഏത് മതത്തിലാണെങ്കിലും ഒരാൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ പിന്നെ അയാളുടെ പേര് യൂസ് ചെയ്യാറില്ല. ഇല്ല, we just call them body. അതെ. So where did the person go? Why you don't call them by name? ഇതൊക്കെ എനിക്കുള്ള ചോദ്യങ്ങൾ ആയിരുന്നു. ആൻഡ് ആക്ച്വലി ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ ഈ മരിച്ചവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോവുക. അവിടെ ഒന്നും നമ്മൾ അങ്ങനെ ഇല്ലല്ലോ. പോകുമ്പോഴൊക്കെ I see what's happening around and all that. And then I always notice that people are in that sadness for 1 or 2 days and then they are back into their നോർമൽ റൂട്ടീൻ. You understand? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരാളുടെ ഒരു പ്രസൻസ് ഈ ലോകത്ത്. സോ ആൻഡ് പീപ്പിൾ ക്യാൻ റിമെമ്പർ യു ഫോർ 2 things. One thing is if you're too good, അല്ലെങ്കിൽ if you're too bad. അതെ, ഈ മീഡിയമിൽ നിൽക്കുന്ന ആൾക്കാരെ ഓർക്കാൻ പാടാണ്. മനസ്സിലായോ? അപ്പം അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഉള്ളതൊക്കെ അന്ന് മനസ്സിലായി. പിന്നെ ഇറ്റ് വാസ് മൈ ലൈഫ്, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, അഡോളസെന്റ് ഇഷ്യൂസ്, അതിൽ കൂടുതൽ ഐ ഹാഡ് സഫേർഡ് ആഫ്റ്റർ മൈ മാരേജ് ആൻഡ് ഓൾ ദാറ്റ്.